ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രീൻ ഗ്ലോബൽ ചാനലാണ് നമ്മളിങ്ങനെ ആയത്. ചിങ്ങമാസം മുതൽ പുതിയ പേരിലാണ്. എൻ്റെ കെട്ടിലും മട്ടിലും എല്ലാം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിരവധി സാമൂഹ്യ, രാഷ്ട്രീയ, പാരിസ്ഥിതിക, സാങ്കേതികമായ വിഷയങ്ങൾ, ജനങ്ങളുടെ പരാതികൾ, പരിഭവങ്ങൾ എല്ലാം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ വളരെ ഗൗരവമായൊരു വിഷയം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകളും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും തമ്മിലുള്ള തർക്കമാണ്. പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പത്രസമ്മേളനം നടത്തി വലിയ തോതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചതും, രാഹുൽ മാങ്കൂട്ടത്തിന് ആരെയോ കൊല്ലാൻ ശ്രമിച്ചു, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അയച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മെസ്സേജ് അയച്ച് കളിച്ചവരുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അവസാനം അത് അബോർഷൻ കേസ്, അങ്ങനെ വലിയ തോതിൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. അവസാനം ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട്, അത് ആ വഴിക്ക് നീങ്ങുന്നു. അപ്പോഴാണ് ബി ജെ പിയിലുള്ള, കോൺഗ്രസ്സിലുള്ള ആളുകൾ, സന്ദീപ് വാര്യർ ബി ജെ പിയിലെ കൃഷ്ണകുമാർ 2014 തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ വിവാദങ്ങൾ. അതിനിടയിലാണ് പുതിയ വിവാദമായി വന്നത് അഴിമതിയുടെ കേസുകൾ വരുന്നു. അപ്പോൾ ബോംബ് കയ്യിലുണ്ടെന്ന് വി ഡി സതീശൻ. കെ മുരളീധരൻ പറയുന്നു അത് അഴിമതിയുടെ ബോംബാണ്, ഒരു കാരണവശാലും അത് സ്ത്രീ വിഷയമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞൊരു 15-20 വർഷം പറയാൻ പറ്റത്തില്ല, ഒരു 15 വർഷക്കാലമായി, അതായത് ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ 2ാം ഭരണവും 1ാം ഭരണവും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കഴിഞ്ഞ ഭരണവും, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഭരണവും മുതൽ, അതിൻ്റെ അവസാന വർഷങ്ങൾ മുതൽ തുടങ്ങിയതാണ് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലൈംഗിക വിഷയങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും. നമുക്ക് മന്ത്രിമാരെ നഷ്ടപ്പെട്ടു, രാഷ്ട്രീയ നേതാക്കൾ നഷ്ടപ്പെടുന്നു, എം പിമാർ, എം എൽ എമാർ, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ, മുൻ മന്ത്രിമാർ, മുൻ എം എൽ എമാർ, എല്ലാവരുടെ പേരിലും ഇത് വരികയാണ്. സോളാർ കേസിൽ വന്നു, നമുക്കെല്ലാവർക്കും അറിയാം, വനിതയുടെ പേര് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് ഗൾഫിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിമാനത്താവളത്തിൽ സ്വർണം വന്നതുമായിട്ടൊരു വനിതയുമായി ബന്ധപ്പെടുത്തി ഒരു മുൻ KT ജലീൽ മന്ത്രിയായി ബന്ധപ്പെടുത്തി വന്നു. അങ്ങനെ ഒത്തിരി 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 വിഷയങ്ങളാണ്. ശ്രീരാമകൃഷ്ണൻ സ്പീക്കറുമായി ബന്ധപ്പെടുത്തി വന്നു. അങ്ങനെ വലിയ തോതിലാണ് സ്ത്രീകളും കേരള രാഷ്ട്രീയവുമായി വളരെ വലിയ തോതിൽ വരുന്നത്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി സ്ത്രീകൾ വന്നു, അത് വേറൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോഴാണ് ബി ജെ പിയിലെ സി കൃഷ്ണകുമാറിനെതിരെ ഇതുപോലത്തെ വിവാദങ്ങൾ വരുന്നു. ഇതെല്ലാം ചിലപ്പോൾ അകത്തുള്ളവരും കൂടെയുള്ളവരും പിന്നെ കൂടെ നിൽക്കുന്നവരും ഉണ്ണുന്നവരും വാട്സപ്പ് കാണുന്നവരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പാരയൊക്കെ പണിയുന്നത്. എതിർ പാർട്ടിയിലുള്ളവരും കാണും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കയ്യിൽ ബോംബുണ്ട്, അത് പൊട്ടിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നു. ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിരവധി സാമൂഹ്യ വിഷയങ്ങളുണ്ട്. ഇവിടെ എത്രയോ ആളുകൾക്ക് ഓണത്തിന് അലവൻസ് കിട്ടുന്നില്ല, എത്രയോ പേർക്ക് ബോണസ് കിട്ടുന്നില്ല, എത്രയോ പേർക്ക് ഫെസ്റ്റിവൽ അലവൻസ് കിട്ടുന്നില്ല, മാവേലി സ്റ്റോറിൽ നിന്നും സാധനങ്ങളില്ല, വെളിച്ചെണ്ണയുടെ വില ഭയങ്കരമായി കുത്തനെ ഉയരുന്നു, അരി സാധനങ്ങളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല, പച്ചക്കറിയുടെ പ്രശ്നങ്ങളുണ്ട്, വലിയ തോതിലാണ്. അതുപോലെ അതിനിടയിലാണ് വയനാട് ചുരയിടിയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, പത്തനംതിട്ടയിൽ 2 കുട്ടികൾ മരിച്ച പിന്നെ വെള്ളത്തിൽ വീണ് മരിച്ച കാര്യം, ഇങ്ങനെ ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലത്തെ വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ കേരള സമൂഹത്തെ പിടിച്ചു നിർത്തി മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അതിലേക്ക് ചാനലൈസ് ചെയ്തിട്ട് അവരും ഇതിലേക്ക് പോയി, സോഷ്യൽ മീഡിയയും ഇതിലേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിജിറ്റൽ ചാനലുകളും യൂട്യൂബ് ചാനലുകളും എല്ലാം ഈ എരിവും പുളിയും മസാലയുമായ വാർത്തകളുടെ പുറകെ പോകുന്ന ഒരു പുതിയ ട്രെൻഡാണ് കേരളത്തിൽ കാണുന്നത്. ഒരു സാക്ഷര കേരളത്തിന് ഇതൊന്നും അഭിമാനകരമല്ല, അനുവദനീയമല്ല. അടിയന്തരമായി കേരള സമൂഹം ഒരു സാംസ്കാരിക തലത്തിൽ വലിയ ചർച്ച നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുക തന്നെയാണ്.